ഒരു സർക്കാരിനും ഇതിനെതിരെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടൊരു നടപടി എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ആ ഭാഗത്ത് ചാലിയാറ് മുഴുവൻ വിഷലിപ്തമായിട്ട് മീനുകൾ മുഴുവൻ ചെത്ത് പൊങ്ങാൻ തുടങ്ങി, ബോധം കെട്ട് വീഴാനൊക്കെ തുടങ്ങി. സ്കൂളിലൊക്കെ ഇരുമ്പ് കൂടിയിട്ട് വന്ന ആള് ഇയാളെന്റെ കൈക്കൊരു അടി തന്നു. ഇവിടെ ഈ റിസ്റ്റ് പൊട്ടിപ്പോയി. 4 ദശാബ്ദങ്ങളിലുണ്ടായ പത്രപ്രവർത്തനത്തിൽ മറക്കാനാവാത്ത കുറേ കഥാപാത്രങ്ങൾ ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരാളായിരുന്നു നമ്മുടെ കവിത്രിയും സാമൂഹ്യ പ്രവർത്തകയൊക്കെ ആയിരുന്ന നമ്മുടെ സുഗതകുമാരി ടീച്ചർ. സുഗത ചേച്ചി ഞങ്ങളൊക്കെ വിളിച്ചിരുന്നവരെ പല പ്രാവശ്യം സുഗത ചേച്ചി നേരിട്ട് കാണുകയും സംസാരിക്കുകയൊക്കെ ഉണ്ടായിട്ടുണ്ട്, പല പത്രസമ്മേളനങ്ങളിലും മറ്റു ഇതിലൊക്കെ ആയിട്ട്. പക്ഷേ മറക്കാനാവാത്തൊരു 3 സന്ദർഭങ്ങളുണ്ട് അവരെ ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ടത്. അത് പല കാലഘട്ടങ്ങളിലായിരുന്നു. 1990കളിൽ ആദ്യത്തേത് കോഴിക്കോട് മാവൂരിലെ ഗ്വാളിയർ റയൻസിൻ്റെ ആ പ്രതിസന്ധി കാലത്തായിരുന്നു. പ്രതിസന്ധി കാലം എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ സ്ഥാപനമായിരുന്നത്. 3000-ലധികം ആളുകൾ അവിടെ ജോലി ചെയ്തിരുന്നു. പക്ഷേ ഇത്ര അധികം പരിസര മലിനീകരണങ്ങൾ ഉണ്ടാക്കുന്ന, അതായത് വായു മലിനീകരണം, ജലമലിനീകരണം ഉണ്ടാക്കുന്ന ഒരു കമ്പനി കേരളത്തിൽ തന്നെ വളരെ ചുരുക്കമായിരിക്കും ആ കാലത്ത്. അതായത് ചാലിയാർ നദി കേരളത്തിലെ തന്നെ ഏറ്റവും സുന്ദരമായിട്ടുള്ള, ഏറ്റവും അൺപൊല്യൂട്ടഡ് ആയിട്ടുള്ളൊരു നദിയായിരുന്നു ചാലിയാർ. ഏറ്റവും നീളം കൂടിയതും കൂടിയായിരുന്നു. ചാലിയാർ നദിയുടെ കരയിലായിരുന്നു ഈ ഫാക്ടറി. പൾപ്പും ഫൈബറും രണ്ട് ഫാക്ടറികളുണ്ടായിരുന്നു. പൾപ്പ് ഫാക്ടറിയും ഫൈബർ ഫാക്ടറിയും ഉണ്ടായിരുന്നു. ഇത് രണ്ടും ഈ ചാലിയാറിൻ്റെ കരയിലായിരുന്നു. അപ്പം ഈ കമ്പനിക്ക് സ്ഥലം കേരള സർക്കാർ കൊടുത്തതായിരുന്നു. അന്ന് കൊടുത്തത് എങ്ങനെയാണെന്ന് വെച്ചാൽ 1 സെന്റിന് 1 രൂപ നിരക്കിലാണ് ഈ സ്ഥലം കൊടുത്തത്. 340ഓളം ഏക്കർ ഈ ബിർളയുടെ കമ്പനിക്ക് കൊടുത്തത്. അപ്പം അന്ന് അവരിത് തുടങ്ങിയ കാലത്ത് വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ അല്പം കഴിഞ്ഞപ്പോഴേക്ക് എന്തായെന്ന് വെച്ചാൽ ഇവരുടെ പ്രൊഡക്ഷൻ ലാഭത്തിനനുസരിച്ച് പ്രൊഡക്ഷനും കൂടുമല്ലോ. അങ്ങനെ പ്രൊഡക്ഷൻ കൂട്ടിയതിന് ശേഷം ആ ഭാഗത്ത് ചാലിയാറ് മുഴുവൻ വിഷലിപ്തമായിട്ട്, വിഷലിപ്തം എന്ന് പറഞ്ഞാൽ പോരാ, മീനുകൾ മുഴുവൻ ചെത്ത് പൊങ്ങാൻ തുടങ്ങി. അവിടെയുള്ള കക്ക വാരുന്നവരും മീൻപിടുത്തക്കാരും മണൽ വാരുന്നവരൊക്കെ ആയിട്ട് ലക്ഷക്കണക്കിന് ആളുകളുണ്ടായിരുന്നു. അവരുടെ ജീവനോപാധിയായിരുന്നത് ആ സ്ഥലം. അത് മീനുകൾ ചെത്ത് പൊങ്ങി തുടങ്ങി. കക്ക വാരാൻ പോയി കഴിഞ്ഞാൽ കക്കയുടെ ഉള്ളിൽ ഒന്നും ഉണ്ടാവില്ല, കാരണം അതൊക്കെ ചത്തു പോയിട്ടുണ്ടാവും. മണൽ വരാൻ പറ്റില്ല, കാരണം വെള്ളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ സ്കിൻ ഡിസീസ് പിടിക്കുമായിരുന്നു, കാരണം അത്രയും പൊല്യൂഷൻ ഉണ്ടായിരുന്നു അവിടെ. ഇതൊക്കെ ആയിക്കഴിഞ്ഞ സമയത്ത് കുറച്ചൊക്കെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നു അവിടെ നാട്ടുകാരുടെയൊക്കെ. പക്ഷേ മാനേജ്മെൻറ്റ്, ആ കമ്പനിയുടെ മാനേജ്മെൻറ്റ് ഒന്നും ചെയ്തില്ല. വളരെ കാലത്തോളം ഒന്നും ചെയ്യാതെ വെച്ചു. പിന്നെ അപ്പം അത് വല്ലാതെ ആയിക്കഴിഞ്ഞ സമയത്ത് എന്ന് വെച്ചാൽ ഈ പൊല്യൂഷൻ ഓരോ ദിവസം കൂടിക്കൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിൽ കുറച്ച് വലിയ ബോഡീസ്, സർക്കാരിൻ്റെ തന്നെ ഉള്ള വലിയ പ്രസ്ഥാനങ്ങൾ, ഇപ്പം ICMR, CSIR, ഇങ്ങനെയുള്ള പ്രമുഖരായിട്ടുള്ള എക്സ്പേർട്ടുകളുടെ, അതായത് വിദഗ്ധന്മാരുടെ സംഘങ്ങൾ വന്ന് അവിടെയൊക്കെ നോക്കിപ്പോയി. പിന്നെ പുറമേ നിന്നുള്ള BBC മുതലായിട്ടുള്ള മറ്റേ വലിയ വാർത്താ സംഘങ്ങൾ വന്നു ഇതൊക്കെ നോക്കിയിട്ട് പോയി. ഇതൊക്കെ ഉണ്ടാക്കി. പക്ഷേ ഇതൊക്കെയായിട്ടും ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പൊല്യൂഷൻ എന്ന് പറയുന്നത്, അതായത് മലിനീകരണം എന്ന് പറയുന്ന ഒരു സാങ്കേതിക പ്രശ്നമാണ്. പക്ഷേ സാങ്കേതിക പ്രശ്നത്തിന് സാങ്കേതികമായിട്ടുള്ള പരിഹാരത്തിന് പകരം ഒരു പൊളിറ്റിക്കൽ, രാഷ്ട്രീയ പരിഹാരത്തിനാണ് അവർ ശ്രമിച്ചത്. കാരണം അവർക്കറിയായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ സ്വകാര്യ വ്യവസായമാണ്. 3000 ജില്ലാ ആൾക്കാർ അതിൻ്റെ മുകളിൽ അവിടെ ജോലി ചെയ്യുന്നുണ്ട്, അവരുടെ ജീവനോപാധിയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ്. അപ്പം ഒരു സർക്കാരിനും ഇതിനെതിരെ എന്തെങ്കിലും ഒരു കാര്യമായിട്ടൊരു നടപടി എടുക്കാനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. അപ്പം അതിൻ്റെ ഇടയ്ക്കാണ് എന്താ പറയുക, നാട്ടുകാരുടെ ചില പ്രതിഷേധ യോഗങ്ങളും പ്രതിഷേധ മാർച്ചുകളൊക്കെ അവിടെ നടത്തിയിരുന്നത്. അപ്പം കുറേയൊക്കെ എഴുത്തുകാരും മറ്റ് സന്നദ്ധ പ്രവർത്തകരൊക്കെ ആയിട്ട് അവിടെ പ്രതിഷേധങ്ങൾ ഒരുപാട് നടന്നിരുന്നു, ഫാക്ടറി ഗേറ്റിൻ്റെ അടുത്തൊക്കെ. അപ്പോൾ അതിൽ നാട്ടുകാരുടെ പ്രതിഷേധം മറ്റേ അതിന് നേതൃത്വം കൊടുത്തിരുന്ന കുറച്ച് ആൾക്കാരുണ്ടായിരുന്നു. അതിലൊന്ന് ഒരു KA റഹ്മാൻ എന്ന് പറഞ്ഞിട്ടൊരാളായിരുന്നു. അപ്പം ഞങ്ങൾ റഹ്മാനിക്കാന്ന് വിളിക്കാറ്. അപ്പം കുറേ പ്രായമുള്ളൊരു മനുഷ്യനാണ്. അപ്പം ഇദ്ദേഹം പറഞ്ഞതെന്ന് വെച്ചാൽ ഇത് വളരെ കാലം എന്ന് വെച്ചാൽ സ്വാതന്ത്ര്യം കിട്ടി പിന്നെയും കുറെ കാലം കഴിയുന്നവരെ
അതിനടുത്തുള്ള പഞ്ചായത്ത് മറ്റേ വടക്കൻ കേരളത്തിലുള്ള ഏറ്റവും നല്ല ഹെൽത്ത് റിസോർട്ടായിരുന്നു. എന്ന് വെച്ചാൽ വളരെ മാരകമായിട്ടുള്ള രോഗങ്ങളുള്ള ആൾക്കാരെ കൊണ്ടുവന്ന് താമസിക്കുന്ന സ്ഥലമായിരുന്നു. കാരണം ശുദ്ധമായിട്ടുള്ള വായു, തെളിനീര് പോലെയുള്ള ചാലിയാറ്, പിന്നെ പച്ചപ്പുള്ള സ്ഥലം, ഇതൊക്കെ ആയതുകൊണ്ട് എന്നിട്ട് രോഗം മാറിയിട്ടാണ് അവരെ പറഞ്ഞേക്കാറ്. ശരിക്കും ഒരു ഹെൽത്ത് റിസോർട്ടായിരുന്നു അത്. പക്ഷെ അവിടെ പിന്നീട് ഉണ്ടായത് എന്താണെന്ന് വെച്ചാൽ ഈ മലിനീകരണം കൂടിയതുകൊണ്ട്, ഒരുപാടായതുകൊണ്ട് സ്കൂളിൽ പോലും കുട്ടികൾക്ക് ഇരുന്ന് പഠിക്കാൻ പറ്റാത്തൊരവസ്ഥയായി. ഇവർ ചുമയ്ക്കാനും ബോധം കെട്ട് വീഴാനൊക്കെ തുടങ്ങി സ്കൂളിലൊക്കെ. ഈ ഒരു അവസ്ഥയായിരുന്നു. അപ്പം എന്തായാലും അത് എന്തെങ്കിലും എഴുതാതിരിക്കാൻ വയ്യാത്തൊരവസ്ഥയായിരുന്നു. ഞാനന്ന് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ജോലി ചെയ്തിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസ്സിൻ്റെ ലേഖനായിരുന്നു അവിടെ കോഴിക്കോട്. അവിടെ ചെന്നതൊക്കെ കണ്ടു, ഒരുപാട് ആൾക്കാരോട് സംസാരിച്ചു. ഞാനൊരു 6 ഭാഗമുള്ളൊരു ലേഖന പരമ്പര ഉണ്ടാക്കി അത് വെച്ചു. അപ്പം അതിനുശേഷം നമ്മുടെ MT വാസുദേവൻ നായരും മറ്റ് എഴുത്തുകാരൊക്കെ അവിടെ ചെന്നിട്ട് ഈ പ്രതിഷേധക്കാരുടെ കൂടെ നിന്നിട്ട് പ്രസംഗിക്കുകയൊക്കെ ഉണ്ടായി. പക്ഷെ ഇതൊന്നുമായിട്ടും മാനേജ്മെൻറ്റിന് ഒരു കുലുക്കം ഉണ്ടായിരുന്നില്ല. അപ്പം ഇതൊക്കെ കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം, അന്ന് സുഗതകുമാരി ടീച്ചർ ഇവിടെയായിരുന്നു, തിരുവനന്തപുരത്താണ് താമസിച്ചിരുന്നത്. അപ്പം ചേച്ചി അവിടെ നിന്ന് ഒരു ദിവസം വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വരണം, എനിക്ക് ഇതൊന്ന് കാണണം, ഇവരോടൊന്ന് സംസാരിക്കണം എന്നൊക്കെ പറഞ്ഞു. ഇത് ശരി, വന്നോളൂ എന്ന് പറഞ്ഞു. ഞങ്ങളവിടെ പോയിട്ട് ഗോൾഡൻ റൈൻസിൽ ഇതൊക്കെ ഒന്ന് പോയി കാണണമല്ലോ എന്ന് വിളിച്ചിട്ട് അവിടുന്ന് ഒരു ചെറിയ തോണി, ചെറിയ എന്ന് പറഞ്ഞാൽ ആകെ 2-3 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഒരു ചെറിയ തോണി, കൊച്ചു തോണി, അത് വാടകയ്ക്ക് എടുത്തു. അപ്പം സുഗത ചേച്ചിയും ഞാനും ഉണ്ടായിരുന്നുള്ളൂ, അതിൽ പിന്നെ തോണിക്കാരനും ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ഇതിൽ ആ ചാലിയാറിൽ കൂടെ ഞങ്ങൾ തുഴഞ്ഞു പോവാണ്. തുഴഞ്ഞു പോയിട്ട് കുറേ കഴിഞ്ഞപ്പോൾ ഒരു വള്ളക്കടവ് എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. വള്ളക്കടവിൽ ആണ് ഇവരുടെ ഒരു എഫ്ലുവൻ പൈപ്പ് ലൈൻ, അതായത് ഈ പുറത്തേക്ക് കളയുന്ന മലിന വസ്തുക്കൾ ഇടുന്ന പൈപ്പ് ലൈനായിരുന്നത് അവിടെ ഉണ്ടായിരുന്നത്. പോയപ്പോൾ കണ്ടതുണ്ടല്ലോ, നമുക്കത് ഞെട്ടിപ്പോയത് ശരിക്കും. കാരണം ശരിക്കുള്ള കറുത്തൊരു ദ്രാവകമാണ് ഈ പുഴയിലേക്ക് അവർ ഒഴുക്കി വിട്ടുകൊണ്ടിരുന്നത്. അപ്പം ഇത് കഴിഞ്ഞിട്ട് എനിക്കിത് കണ്ടപ്പോൾ ആകെ വല്ലാതെയും, സുഗത ചേച്ചിക്ക് അതിലേറെ വല്ലാതെയും. അപ്പം ഞാൻ വിചാരിച്ചതൊന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അന്ന് ഗോൾഡൻ റൈൻസിൻ്റെ പ്രസിഡന്റ് RN സാബു എന്ന് പറയുന്ന ഒരാളായിരുന്നു. ഈ സാബു ഒരു മറ്റേ ബിർള, എൻ്റെ ഉടമസ്ഥൻ ബിർളയാണ്, ബിർളയുടെ ഒരു അടുത്ത ആളാണ്. അപ്പം ഞാൻ ഇദ്ദേഹത്തിനെ പോയി കാണാമെന്ന് വെച്ചിട്ട് കമ്പനിയിൽ ചെന്നു. അപ്പം ആദ്യം കാണാൻ അവർ സമ്മതിച്ചില്ല. പക്ഷെ പിന്നെ കുറേ പറഞ്ഞപ്പോൾ കണ്ടോളാൻ പറഞ്ഞു. ഞാൻ പോയി അയാളുടെ ക്യാബിനിൽ പോയി കണ്ടു. ഞാൻ പറഞ്ഞത്, എന്താ നിങ്ങൾ കാണിക്കുന്നത്? ഞങ്ങളിപ്പോൾ അവിടെ പോയി നോക്കിയിരുന്നു, അതിങ്ങനെ ഈ കറുത്ത ദ്രാവകം കണ്ടാൽ തന്നെ അറിയാം എന്തായിരിക്കും അവസ്ഥ. അപ്പം അദ്ദേഹത്തിൻ്റെ മറുപടി തന്നെ വളരെ രസകരമായിരുന്നു. ഒരു കെമിക്കൽ കമ്പനിയിൽ, കെമിക്കൽസ് കൊണ്ട് ഉൽപാദനം നടത്തുന്ന ഒരു കമ്പനിയിൽ പുറത്തേക്ക് വിടുന്നത് തേനും പാലും ആയിരിക്കില്ല, അതിൽ കെമിക്കൽസ് ഉണ്ടാകുന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഞാൻ പറഞ്ഞു, അതെനിക്കറിയാം, പക്ഷെ അത് തടയാനും മാർഗങ്ങളുണ്ടല്ലോ, നിങ്ങൾക്കത് ചെയ്തോളൂ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞത്, അതൊക്കെ ഞങ്ങൾ ആലോചിച്ചോളാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ ആലോചിച്ചോളൂ, പക്ഷേ മറ്റേ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡും സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് CPCB, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡും പിന്നെ മറ്റ് വിദഗ്ധരുടെ സംഘങ്ങളും പറഞ്ഞത് എന്താണ്, ഇത് കാരണം ഇതവിടെ മുഴുവൻ ആ ജലാശയം തന്നെ ചത്തുപോയി, പിന്നെ ഇത്രയും ആൾക്കാർക്ക് ജോലിയില്ലാതെ ഇതൊക്കെയായി. അപ്പം നിങ്ങൾക്കതൊന്ന് നിയന്ത്രിക്കാനുള്ള എന്തെങ്കിലും നടപടി ചെയ്തുകൂടാ? അപ്പം അങ്ങനെ ചിരിച്ചിട്ടുണ്ടെന്ന്, അത് കോടിക്കണക്കിന് ഉറുപ്പിക വേണ്ടി വരും. ഞാൻ പറഞ്ഞു, കോടിക്കണക്കിന്? നിങ്ങൾ ഒരുപാട് കോടികൾ ഇപ്പം കാശുണ്ടാക്കിയില്ലേ? അപ്പം പറഞ്ഞ്, അത് ഞാൻ മാത്രം തീരുമാനിച്ചാൽ പോരാ, അത് തീരുമാനിക്കാൻ ഡയറക്ടർ ബോർഡുണ്ട്, അതിൻ്റെ മുകളിൽ വേറെ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞു, നിങ്ങൾക്കൊന്ന് പ്രസ് ചെയ്തോട്ടെ. പറഞ്ഞാൽ അത് നിങ്ങളുടെ ഉപദേശം എനിക്ക് ആവശ്യമില്ല. ഞാൻ പറഞ്ഞു, ശരി, ഞാൻ ഉപദേശിക്കില്ല, എൻ്റെ ഒരു സംശയം ചോദിച്ചതാണ്. അതൊന്നും സംശയം കഴിഞ്ഞില്ലേ, ഇനി പൊയ്ക്കോന്നു. അങ്ങനെ അവർ വന്നു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലാണ് ഗസ്റ്റ് ഹൗസ്, ഗവൺമെൻറ് ഗസ്റ്റ് ഹൗസ്. അവിടെ താമസിച്ചവർ, അവിടെ താമസിച്ചു. എന്നിട്ട് എന്നെ ഫോൺ ചെയ്തു ഓഫീസിലേക്ക്. എന്നോട് പറഞ്ഞു, ഞാൻ നാളെ പോകുന്നുണ്ട്, നീ വരുമോ അങ്ങോട്ട്? ഞാൻ പറഞ്ഞു, ഞാൻ വരാം. ഞാൻ പറഞ്ഞു, നിങ്ങൾ പൊക്കോളൂ, ഞാൻ പിന്നെ എനിക്ക് അന്നൊരു മോട്ടോർ സൈക്കിൾ ഉണ്ട്. ഞാൻ പറഞ്ഞു, ഞാൻ മോട്ടോർ സൈക്കിളിൽ വന്നോളാം, നിങ്ങൾ എങ്ങനെയാണെന്ന് വെച്ചാൽ കാറിലോ എന്തിലാച്ചാൽ പൊക്കോളൂ പറഞ്ഞു. അങ്ങനെ അവരൊരു ജീപ്പ് ഉണ്ടായിരുന്നു, അവർ സിറാജുദ്ദീൻ എന്ന് പറഞ്ഞൊരു ഡ്രൈവർ ഉണ്ടായിരുന്നു, എനിക്കും പരിചയമുള്ള ഒരാളായിരുന്നു. ഞാൻ അയാളാക്കി കൊടുത്തു. അങ്ങനെ ഈ സിറാജുദ്ദീനാണ് അവർ കൊണ്ടുപോയത് അങ്ങോട്ട് മാവൂരിക്ക്. ഇവർ മാവൂരിൽ ചെന്നു. ഒരു ഉഗ്രൻ പ്രസംഗം അവിടുന്ന് നടത്തി. എന്നുവെച്ചാൽ മാനേജ്മെൻറ്റിനോട് വളരെ ശക്തമായിട്ടുള്ളൊരു പ്രസംഗമായിരുന്നു അത്. അതായത് ഇത്രയും ആൾക്കാർ
ഈ 2-3 ലക്ഷം ആൾക്കാരുടെ ജീവനോപാധിയാണ് നിങ്ങൾ തകർത്ത് കളഞ്ഞത്. നിങ്ങൾ പറയുന്ന 3000 ആൾക്കാരുടെ എന്താ പറയുക ജീവനവൃത്തിയാണ് ഈ ഫാക്ടറി എന്ന് പറയുന്നത്. പക്ഷേ 3000 ആണോ വലുത്, 3 ലക്ഷത്തോളം പുറത്തുള്ള ആൾക്കാരാണോ വലുത്? കാരണം ഈ 3000 ആൾക്കാരിൽ പലരും പഠിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇതല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ജോലിക്കൊക്കെ പോകാം എന്നൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ മറ്റുള്ളവർ എന്ന് പറഞ്ഞാൽ മറ്റേ സ്കൂളിലൊക്കെ 2-3 കൊല്ലം പോയ ആൾക്കാരൊക്കെയാണ് അവരൊക്കെ. അവരെന്ത് ചെയ്യുന്നൊക്കെ കണ്ട് ഇവർ ഭയങ്കര നല്ല പ്രസംഗമായിരുന്നു. അപ്പോൾ ഇത് എല്ലാ പേപ്പറിലും വന്നു അത്. അപ്പം അത് മാനേജ്മെൻറ്റിന് ഒട്ടും ഇഷ്ടമായില്ല സ്വാഭാവികമായിട്ടും. അപ്പം ഇത് കഴിഞ്ഞ് അവർ പോയി തിരിച്ച് ഗസ്റ്റ് ഹൗസിലേക്ക് തന്നെ പോയി. എന്നിട്ട് പിറ്റേ ദിവസം വീണ്ടും 2ാമത്തെ പ്രതിഷേധ യോഗം ഉണ്ടായിരുന്നു അവിടെ പ്രസംഗിക്കാൻ ചെല്ലുന്നു പറഞ്ഞു. എന്നെയും വിളിച്ച് പറഞ്ഞു ഞാൻ പോകുന്നുണ്ട് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാനും വരാൻ പറഞ്ഞു. ഞാൻ പോയി പുറകിൽ അവിടെ ചെന്ന്. അപ്പോൾ പ്രതിഷേധ യോഗം എന്ന് പറഞ്ഞാൽ ഇതൊന്നുമില്ല, സ്റ്റേജൊന്നുമില്ല, ഒരു ഓലപ്പുരയാണ്. ഓലപ്പുരയുടെ ഉള്ളിൽ ഒരു മൈക്ക് പിടിച്ച് നിന്നിട്ടാണ് മറ്റേ പ്രസംഗിക്കുക. അപ്പം ഞങ്ങളൊക്കെ അതിൻ്റെ പുറകിലിരിക്കുന്നുണ്ട്. അപ്പം ഇവർ പ്രസംഗിച്ചു. ഇതേപോലെ തന്നെയുള്ള പ്രസംഗമായിരുന്നു. ആദ്യത്തെ പ്രസംഗം പോലെ തന്നെയുള്ളതായിരുന്നു 2ാമതിൽ. ഇത് കഴിഞ്ഞപ്പം ഞങ്ങൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കുറേ ആൾക്കാരവിടെ വടിയും ഇരുമ്പ് വടിയൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട് പിന്നിൽ മറ്റേ ഭാഗത്ത്. അപ്പം സ്വാഭാവികമായിട്ട് നമ്മൾ അനുമാനിക്കേണ്ടത് അത് കമ്പനിയിൽ നിന്ന് മാനേജ്മെൻറ്റോ ആരോ അവരെ പറഞ്ഞയച്ചാണെന്ന് വിചാരിക്കുന്നത്. അപ്പം അത് കഴിഞ്ഞ് ഇവർ പ്രസംഗം കഴിഞ്ഞ് തിരിച്ച് കസേരയിൽ വന്നിരിക്കാൻ പോകുന്ന സമയത്ത് ഒരു മനുഷ്യൻ അവിടുന്ന് കയ്യിലൊരു ഇരുമ്പ് വടിയുണ്ട്. അയാൾ ആക്രോശിച്ചുകൊണ്ട് ഓടി വന്നു. എന്നുവെച്ചാൽ അയാളുടെ കണ്ണിലൊക്കെ വെള്ളം വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ ദേഷ്യം കൊണ്ട് അങ്ങനെ ഓടി ഇവരുടെ അടുത്തേക്ക് വന്നു. പിന്നെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ആകെ ചെയ്യാവുന്ന എന്താ വെച്ചാൽ ഇവരെ അവിടുന്ന് രക്ഷിച്ച് കൊണ്ടുപോകാന്നുള്ളതുള്ളൂ. അപ്പോൾ ഈ സിറാജുദ്ദീൻ്റെ ജീപ്പ് അപ്പുറത്ത് കിടക്കേണ്ട സിറാജുദ്ദീൻ ഉണ്ട് അതിനകത്ത്. ഞാനിവരെ കയ്യിൽ കോരിയെടുത്തു, നേരെ കൊണ്ടുപോയിട്ട് ജീപ്പിൻ്റെ അകത്തിട്ടു. എന്നിട്ട് ഞാനും കയറി പുറകെ കയറിയ സമയത്ത് എൻ്റെ കൈ പുറത്തായിരുന്നു. ഇടത്ത കൈ ഒരു ഹാഫ് ഡോർ ആയിരുന്നു ജീപ്പിന്, കൈ പുറത്തായിരുന്നു. അപ്പോൾ ഈ ഓടി വന്ന മനുഷ്യൻ, ഈ ഇരുമ്പ് ഓടിയായിട്ട് വന്ന ആൾ, ഇയാളെൻ്റെ കൈക്കൊരു അടി തന്നു. ഇവിടെ ഈ റിസ്റ്റ് പൊട്ടിപ്പോയി, ഇതിൻ്റെ എല്ല് പൊട്ടിപ്പോയി. അപ്പം അങ്ങനെ സിറാജുദ്ദീനോട് വന്ന് കൊണ്ടുപോയിക്കോന്ന് അങ്ങനെ അയാൾ കൊണ്ടുപോയി. അപ്പം എൻ്റെ മോട്ടോർ സൈക്കിൾ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. അവിടെ എൻ്റെ കൂടെ എൻ്റെ പഴയൊരു ക്ലാസ്മേറ്റ് ഉണ്ടായിരുന്നു, ഭാസ്കരൻ എന്ന് പറഞ്ഞിട്ട്. അയാൾ അവിടുത്തെ ജോലിക്കാരനായിരുന്നു ഗോൾഡ് റൈൻസിൽ. ഞാൻ ഭാസ്കരനോട് പറഞ്ഞാൽ എൻ്റെ മോട്ടോർ സൈക്കിളൊന്ന് സൈഡിലേക്ക് മാറ്റി വയ്ക്കണം, എന്നിട്ട് ഞാൻ പിന്നെ ഒന്ന് കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞു. അങ്ങനെ അതൊക്കെ ആക്കി പോന്നു. ഇതായിരുന്നു അന്നത്തെ ഒരു ആദ്യത്തെ ഇവരുമായിട്ടുള്ള സുഗതകുമാരി ചേച്ചിയായിട്ട് നേരിട്ട് സുഗത ചേച്ചിയായിട്ടുള്ളൊരു ഇൻറ്ററാക്ഷൻ അവിടെ നിന്നായിരുന്നു. അത് കഴിഞ്ഞിട്ട് കോഴിക്കോട് വന്ന് ജോലി ചെയ്യുന്ന സമയത്ത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ ഉച്ചരോഗാശുപത്രികളിലൊന്നായിരുന്നു അത്. താഴെ ഉണ്ട് ഒരു 10-14 വയസ്സുണ്ട് ഒരു പെൺകുട്ടി കിടക്കുന്നു. ഒരു ദിവസം സുഗത ചേച്ചി വിളിച്ചു. പലരുടെയും കയ്യും കാലമൊന്നുമില്ല, ഒക്കെ അലിഞ്ഞു പോയിട്ടുണ്ട്. ഈ പ്രായത്തിൽ സ്കൂളിൽ പോയില്ലെങ്കിൽ പിന്നെ അവരുടെ ഫ്യൂച്ചർ എന്താവും, അവർക്കൊരു ഭാവി ഇല്ലാതെ പോകും.